പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പദാർത്ഥ സ്വഭാവം ഡിസ്കസ് ചെയ്യാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. സാധാരണ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് പദാർത്ഥങ്ങൾ നമുക്ക് പരിചിതം. ഇതുകൂടാതെ പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റർ, ഫെർമിയോണിക് കണ്ടൻസേറ്റർ എന്നിങ്ങനെ 6 അവസ്ഥകളിൽ പദാർത്ഥങ്ങൾ കാണപ്പെടും. ഇതുകൂടാതെ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലും പദാർത്ഥം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മ എന്ന അവസ്ഥ കാണപ്പെടുന്നത് സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്താണ്. ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് മാസ് ഉണ്ടാവും, അതേപോലെ നിശ്ചിത വ്യാപ്തമുണ്ടാവും, സ്ഥിരമായ ആകൃതി ഉണ്ടാവും. ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് കൃത്യമായിട്ടുള്ള മാസ് ഉണ്ടാവും, നിശ്ചിത വ്യാപ്തം ഉണ്ടാവും, പക്ഷേ സ്ഥിരമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ടാവില്ല. അതേത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ആകൃതിയായിരിക്കും ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥത്തിന്. ഇനി വാതകത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാസ് ഉണ്ടാകും, പക്ഷേ നിശ്ചിത വ്യാപ്തമോ അതേപോലെ സ്ഥിരമായ ആകൃതിയോ വാതകാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് ഉണ്ടാവില്ല. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. ഇവിടെ ചിത്രത്തിലെ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലെ കണികകളുടെ സ്വഭാവം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഖരാവസ്ഥയിലെ കണികകൾ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു, പക്ഷേ ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അകലെയായിട്ട് കണികകൾ സ്ഥിതി ചെയ്യുന്നു. ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകുമ്പോൾ കണികകളുടെ അകലം വളരെ കൂടുതലാണ്. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കണികകൾ ഖരാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. കണികകൾക്ക് വളരെയധികം അകലമുള്ളത് വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറും, അതേപോലെ ജലം വീണ്ടും ചൂടാക്കിയാൽ തിളച്ച് നീരാവിയാവും. ഇതിനെ അവസ്ഥാ പരിവർത്തനം അഥവാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അവസ്ഥാ പരിവർത്തനം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തെ ചൂടാക്കുന്ന സമയത്ത് ദ്രാവകത്തിലേക്ക് പോകും. ഇനി ഈ ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വാതകമായി മാറും. ഇനി ഈ വാതകത്തെ തണുപ്പിക്കുന്ന സമയത്ത് അത് തിരിച്ച് ദ്രാവകമായി മാറും. ദ്രാവകത്തെ തണുപ്പിക്കുന്ന സമയത്ത് ഖരമായി മാറും. ഇതിൽ നിന്ന് നമുക്ക് താപനിലയിലുള്ള വ്യത്യാസമാണ് അവസ്ഥാ പരിവർത്തനത്തിന് കാരണമെന്ന് മനസ്സിലാക്കാം. താപനിലയിലുള്ള വ്യത്യാസമാണ് അവസ്ഥാ പരിവർത്തനത്തിന് കാരണം. അതേപോലെ ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ദ്രാവകാവസ്ഥയിലാണെങ്കിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. വാതകാവസ്ഥയിലേക്ക് പോകുമ്പോൾ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഖരാവസ്ഥയിലുള്ള പദാർത്ഥം ചൂടാക്കിയാൽ ദ്രാവകമാണ് ആവേണ്ടത്. പക്ഷെ ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും. ഈ പ്രക്രിയയെ ഉദ്ഭദനം എന്ന് പറയുന്നു. സബ്ലിമേഷൻ, ഉദ്ഭദനം എന്ന് പറയുന്നു. ഇതിന് ഉദാഹരണമാണ് പാറ്റ ഗുളിക, അയഡിൻ തുടങ്ങിയവ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ഡിഫ്യൂഷൻ. നിത്യജീവിതത്തിലെ പഴങ്ങളുടെ മണം വ്യാപിക്കുന്നതും ഭക്ഷണങ്ങളുടെ മണം വ്യാപിക്കുന്നതും അതേപോലെ പൂക്കളുടെ മണം വ്യാപിക്കുന്നതൊക്കെ ഡിഫ്യൂഷൻ വഴിയാണ്, വ്യാപനം വഴിയാണ്. അടുത്തതായി നമുക്ക് ശുദ്ധപദാർത്ഥങ്ങളും അതേപോലെ മിശ്രിതങ്ങളും. ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണെന്ത്? ശുദ്ധപദാർത്ഥങ്ങൾ. മിശ്രിതങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഉപ്പുവെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ ഉപ്പിൻ്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്, ജലത്തിൻ്റെ സ്വഭാവമുള്ള കണികകളുമുണ്ട്. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് സ്വർണം, ജലം, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവ. മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് സോഡാ വെള്ളം, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി തുടങ്ങിയവ. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമാണല്ലോ മിശ്രിതങ്ങൾ. അപ്പോൾ ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഖരപദാർത്ഥങ്ങളെ സ്വഭാവം അനുസരിച്ച് നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ചായയിലെ ചായച്ചണ്ടി, ചായ ഒരു മിശ്രിതമാണ്. അപ്പോൾ അതിനകത്തുള്ള ചായച്ചണ്ടി നമുക്ക് അരിച്ച് വേർതിരിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തിയ സ്വഭാവം എന്ന് പറയുന്നത് കണികകൾ തമ്മിലുള്ള വലുപ്പ വ്യത്യാസമാണ്. ഇനി കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാൻ നമുക്ക് വറ്റിച്ചാലും മതി. ഇവിടെ ബാഷ്പീകരണമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നെല്ലും പതിരും വേർതിരിക്കും. അത് നമ്മൾ ഭാരക്കുറവാണ് ഉപയോഗപ്പെടുത്തിയ സ്വഭാവം. അലുമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ നമുക്ക് കാന്തം ഉപയോഗിക്കാം. ഇവിടെ കാന്തികതയിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് ചില രീതികൾ കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തേതായിട്ട് സ്വേദനം. സ്വേദനം നമ്മൾ നടത്തണമെങ്കിൽ
മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ നമുക്ക് സ്വേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് സ്വേദനം നടത്തുന്നതിനുള്ള പ്രക്രിയകളിൽ വേണ്ട ഉപകരണങ്ങൾ. അപ്പോൾ നമ്മൾ ഉപ്പ് ലായനിയാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ലായനിയിൽ ജലം ബാഷ്പീകരിക്കപ്പെടും, ഉപ്പാവട്ടെ ബാഷ്പീകരിക്കപ്പെടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉപ്പ് ലായനി ചൂടാക്കുന്നു. ആ സമയത്ത് ബാഷ്പീകരിക്കപ്പെട്ട ജലം കണ്ടൻസർ വഴി മറ്റൊരു ബീക്കറിലേക്ക് എത്തും. ആ സമയത്ത് ഈ കണ്ടൻസറിൽ വെച്ചിട്ട് ബാഷ്പീകരിക്കപ്പെട്ട നീരാവി അത് അവിടെ വെച്ച് തണുത്ത് ലായനിയായിട്ട് നമുക്കിവിടെ ശുദ്ധജലം, ഈ ബീക്കറിൽ ശുദ്ധജലം ലഭിക്കും. ഇതുകൂടാതെ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും നമ്മൾ സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ജലവും അതേപോലെ അസറ്റോണും. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അസറ്റോണിൻ്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ തിളനിലയിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ തിളനിലയിൽ വലിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് സ്വേദനം വഴി ഇവയെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സാധാരണ ലഭ്യമായ ജലത്തിൽ പലതരത്തിലുള്ള ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവയെ സ്വേദനം വഴി നീക്കം ചെയ്താണ് നമ്മൾ കുത്തിവയ്പ്പിന്, സ്റ്റോറേജ് ബാറ്ററിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയുന്നത്. അടുത്തൊരു രീതിയാണ് ആംശിക സേചനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് എഥനോളിൻ്റെ ആംശിക സേചനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളതെങ്കിൽ നമുക്ക് ആംശിക സേചനം വഴി ഘടകങ്ങളെ വേർതിരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് എഥനോളും അതേപോലെ മെഥനോളും. എഥനോളിൻ്റെ തിളനില എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെഥനോളിൻ്റെ ആണെങ്കിൽ 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സേചനം വഴി എന്തായാലും വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ തിളനിലകളിൽ ചെറിയ വ്യത്യാസമാണുള്ളതെങ്കിൽ ആംശിക സേചനം എന്ന രീതിയിൽ നമുക്കിതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, അതിന് തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് തിളനിലകളിൽ ചെറിയ വ്യത്യാസമാണുള്ളതെങ്കിൽ നമുക്ക് ആംശിക സേചനം വഴിയാണ് വേർതിരിച്ചെടുക്കാൻ സാധിക്കുക. അപ്പോൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയവയൊക്കെ നമ്മൾ ആംശിക സേചനം വഴിയാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. അടുത്തൊരു രീതിയാണ് സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിശ്രിതങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു രീതിയാണ് ഉത്പതനം, സബ്ലിമേഷൻ. അപ്പോൾ ഉത്പതന സ്വഭാവമുള്ള ഘടകങ്ങളെ മിശ്രിതങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. ഉത്പതനം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ നേരിട്ട് ദ്രാവകമാവാതെ നേരിട്ട് വാതകമാവുന്ന പ്രവർത്തനമാണെന്ത്? ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വഭാവമുള്ള പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാനാണ് നമ്മൾ ഈ രീതി ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന രീതിയാണ്. കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവക്ഷിപ്തം വേർതിരിക്കാനും നമ്മൾ ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയമായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഉപകരണം ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്ന് അറിയപ്പെടുന്നു. അടുത്ത മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫി. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ടാണ് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് അതിശോഷണം എന്താണെന്ന് നമുക്ക് പഠിക്കാം. സൂക്ഷ്മസുഷിരങ്ങളുടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണിത് കേശികത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഫിൽറ്റർ പേപ്പറിൽ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ചെയ്യുന്നത് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഫിൽറ്റർ പേപ്പറിലെ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകൾ മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ ഈ ഫിൽറ്റർ പേപ്പറും ഈ കണികകളും തമ്മിലൊരു ആകർഷണ ബലമുണ്ട്. അപ്പോൾ ഈ ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം എന്ന് പറയുന്നത്. ഫിൽറ്റർ പേപ്പറിൽ കണികകൾ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയ അഡ്സോർപ്ഷൻ എന്ന് പറയും.
കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.